കാണുവാൻ കഴിയും. അക്രമങ്ങളും അഴിമതികളും കൊല്ലും കൊലയുമൊക്കെ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ പോലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, മക്കളും അപ്പനും തമ്മിലുള്ള പ്രശ്നമൊക്കെ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ വഴിമാറിക്കൊണ്ടിരിക്കുന്ന അനേക സംഭവങ്ങൾ പത്രമാധ്യമങ്ങളടക്കം സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ഞാൻ നിങ്ങളും കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന, സാക്ഷരത കേരളം എന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൽ പോലും മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും പേരിലുള്ള കൂട്ടക്കൊലകൾ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ആരെയും അംഗീകരിക്കുവാൻ കഴിയുന്നില്ല, ആർക്കും ആരെയും സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, ആർക്കും ആരെയും നല്ലൊരു അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയാതെ നിരാശയിലൂടെ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമുക്കറിയാം, പട്ടാപ്പകൽ പോലും യാതൊരു മടിയും കൂടാതെ മനുഷ്യനെ കൊന്നൊടുക്കുവാൻ കഴിയുന്ന ഒരു വല്ലാത്ത ലോകം. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ, ഈ സന്ദേശം ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുവാനുണ്ട്. മരണത്തിനപ്പുറത്തുള്ള ഒരു നിത്യത, ഒരു നിത്യമായ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, ഈ ലോകത്തിലെ ജീവിതമാണ് ജീവിതം, ഇവിടുത്തെ സുഖമാണ് സുഖം, ഇവിടെ അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിച്ച് ഏറി വന്നാൽ 80 100 വയസ്സൊക്കെ പ്രായമായി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ പിന്നെ ഒന്നും അറിയണ്ട. അല്ലെങ്കിൽ അല്പം വിഷക്കുപ്പിയിലോ ഒരു ചാൻ കയറിലോ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ ഏതെങ്കിലും ആറ്റിലേക്ക് എടുത്തു ചാടിയോ ജീവനൊടുക്കിയാൽ പിന്നൊന്നും അറിയേണ്ട എന്നുള്ളൊരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ അത് മിഥ്യയാണെന്നുള്ള കാര്യം തിരിച്ചറിയണം. ഞങ്ങൾക്ക് ഈ സന്ദേശത്തിലൂടെ വിളിച്ചു പറയുവാൻ, ലോകത്തെ ജയിച്ച, മരണത്തെ ജയിച്ച, പാപത്തെ ജയിച്ച ജയാളിയായ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. പാപത്തിൽ വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞില്ല. മനുഷ്യന്റെ കർമ്മമാർഗങ്ങൾക്കോ മനുഷ്യന്റെ തീർത്ഥാടനങ്ങൾക്കോ മനുഷ്യന്റെ നേർച്ചകൾക്കോ ഒന്നും മനുഷ്യൻ ചെയ്തു കൂട്ടിയതായ